നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭാ അധ്യക്ഷനായി കോൺഗ്രസിലെ ടി പി ഷാജിയെ തിരഞ്ഞെടുത്തു. 9-നെതിരെ 19 വോട്ടുകൾക്കാണ് ടി പി ഷാജി ചെയർമാനായത്. നഗരസഭയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് ചെയർമാൻ ടി പി ഷാജി പ്രതികരിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ ടി പി ഷാജിയെ തിരഞ്ഞെടുത്തു. നഗരസഭാ ഹാളിൽ രാവിലെ നടന്ന ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ UDFിന്റെ ഭാഗത്തു നിന്നും ടി പി ഷാജിയും LDFിന്റെ ഭാഗത്തു നിന്നും പി വിജയകുമാറുമാണ് മത്സരിച്ചത്. 29 അംഗങ്ങളുള്ള നഗരസഭാ കൗൺസിൽ UDFിന് 19ഉം LDFിന് 9ഉം BJPക്ക് 1 സീറ്റുമാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിൽ 19 വോട്ടുകൾ നേടി ടി പി ഷാജിയെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കുകയായിരുന്നു. LDF സ്ഥാനാർത്ഥി പി വിജയകുമാറിന് 9 വോട്ടാണ് ലഭിച്ചത്. BJP അംഗം ഗിരിജ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. റിട്ടേണിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത ടി പി ഷാജി കൗൺസിൽ യോഗത്തിൽ സംസാരിച്ചു. 5 വർഷക്കാലം നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടും അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പട്ടാമ്പി നഗരത്തിന്റെ അല്ലെങ്കിൽ പട്ടാമ്പി നഗരസഭയുടെ എല്ലാ മേഖലയിലും വികസനങ്ങൾ എത്തിക്കാൻ ഈ 29 മെമ്പർമാരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ മറ്റു അംഗങ്ങൾ ടി പി ഷാജിക്ക് ആശംസകൾ നേർന്നു. തിരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്നും പുറത്തിറങ്ങിയ ടി പി ഷാജിയെ UDF നേതാക്കൾ ഹർഷാരവത്തോടെയാണ് വരവേറ്റത്. നഗരസഭയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ ടി പി ഷാജി പ്രതികരിച്ചു. ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളോടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളോടും പ്രത്യേകം നന്ദി അറിയിക്കാൻ വിനിയോഗിക്കുകയാണ്. വരുന്ന 2.5 വർഷക്കാലം പട്ടണത്തിന്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തി ഒരു വിവേചനമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. എല്ലാ സമൂഹത്തിലുള്ള എല്ലാ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുക. മുൻ ഭരണസമിതിയിലെ വൈസ് ചെയർമാനായിരുന്നു ടി പി ഷാജി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിരുന്നു. പട്ടാമ്പി നഗരസഭയിൽ വൈസ് ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ അസ്ന ഹനീഫയെ തിരഞ്ഞെടുത്തു. LDFിലെ PK കവിതയായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. പട്ടാമ്പി നഗരസഭയിലെ വൈസ് ചെയർപേഴ്സണായി 20ാം വാർഡിൽ നിന്നും വിജയിച്ച UDFിലെ അസ്ന ഹനീഫയെ തിരഞ്ഞെടുത്തു. 9 വോട്ടിനെതിരെ 19 വോട്ടുകൾ നേടിയാണ് അസ്ന ഹനീഫ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ട്. നാടിന്റെ വികസനത്തിനായി ഞാൻ കൂടെ ഉണ്ടാകും. നിങ്ങളും എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ UDFിൽ നിന്നും അസ്ന ഹനീഫയും LDFിൽ നിന്നും PK കവിതയുമാണ് മത്സരിച്ചത്. കവിതയ്ക്ക് 9 വോട്ടുകൾ ലഭിച്ചപ്പോൾ അസ്ന ഹനീഫയ്ക്ക് 19 വോട്ടുകളാണ് ലഭിച്ചത്. BJP അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതിയ വൈസ് ചെയർപേഴ്സനെ അഭിനന്ദനങ്ങൾ അറിയിച്ച കൗൺസിലർമാർ സംസാരിച്ചു. വരണാധികാരി തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. വൈസ് ചെയർപേഴ്സൺ ആവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് അസ്ന ഹനീഫയും പ്രതികരിച്ചു. കപ്പൂർ അന്തിമഹാളൻകാവ് ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ചന്ദ്രന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചാത്തമ്പന്നത്ത് പറമ്പിൽ ചന്ദ്രനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. കാലത്ത് 10:30-യോടെ സുഹൃത്തിനും സുഹൃത്തിന്റെ മകനുമൊപ്പം മീൻ പിടിക്കുന്നതിനായി വീടിന് സമീപത്ത് വയലിലേക്ക് പോയതായിരുന്നു ചന്ദ്രൻ.
തിരിച്ചു വരുന്നതിനിടെ പുൽച്ചെടികൾക്കിടയിൽ പൊട്ടിക്കിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ അബദ്ധത്തിൽ കൈതട്ടുകയായിരുന്നു. ഭാര്യയും ചെറിയ കുട്ടിയും മാത്രമുള്ള ചന്ദ്രന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായി സംസാരിച്ചെന്നും ചന്ദ്രന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെ അറിയിച്ചതായും എം ബി രാജേഷ് പറഞ്ഞു. ചന്ദ്രന്റെ കപ്പൂരിലെ വീട്ടിലെത്തി മന്ത്രി എം ബി രാജേഷ് അദ്ദേഹത്തിന്റെ അന്ത്യോപചാരം അർപ്പിച്ചു. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയന്തി വിജയകുമാറിനെ തിരഞ്ഞെടുത്തു. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. മേഴത്തൂർ സൗത്ത് വാർഡ് മെമ്പർ ജയന്തി വിജയകുമാർ, മാട്ടായ വാർഡ് മെമ്പർ അനീസ് എന്നീ 2 പേരുകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി അംഗങ്ങൾ വോട്ടെടുപ്പ് നടത്തുകയും 2 പേർക്കും 5 വീതം വോട്ടുകൾ ലഭിക്കുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ നറുക്കെടുപ്പിലൂടെയാണ് ജയന്തി വിജയകുമാറിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. ഇതോടെ ആദ്യത്തെ 2.5 വർഷം ജയന്തി വിജയകുമാറും തുടർന്നുള്ള 2.5 വർഷം അനീസ് മാട്ടായയും പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിക്കും. വി ടി ബൽറാം, സി വി ബാലചന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും നാളെ തിരഞ്ഞെടുക്കും. പട്ടാമ്പി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായി. കൊപ്പത്ത് ഭാഗ്യപരീക്ഷണത്തിലൂടെയാകും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുക. നാളെ രാവിലെ 10:30 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ഉച്ചയ്ക്ക് 2:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. UDFന് തുടർഭരണം ലഭിച്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിലെ AP രാമദാസ് പ്രസിഡന്റ് ആയിരിക്കും. മുസ്ലിം ലീഗിലെ ഫൗസിയ സൈദലവി ആയിരിക്കും വൈസ് പ്രസിഡന്റ്. UDFന് ഭരണം ലഭിച്ച വെളിയൂരിൽ കോൺഗ്രസിലെ നീലടി സുധാകരൻ പ്രസിഡന്റും മുസ്ലിം ലീഗിലെ മുബഷീർ സാബിർ വൈസ് പ്രസിഡന്റുമായിരിക്കും. തിരുവേഗപ്പുറയിൽ മുസ്ലിം ലീഗിലെ ജമീല പ്രസിഡന്റും കോൺഗ്രസിലെ TP കേശവൻ വൈസ് പ്രസിഡന്റുമാകും. കുലുക്കല്ലൂരിൽ മുസ്ലിം ലീഗിലെ VM മുഹമ്മദ് അലി പ്രസിഡന്റും കോൺഗ്രസിലെ മിസിത സൂരജ് വൈസ് പ്രസിഡന്റുമായിരിക്കും. ഓങ്ങല്ലൂരിൽ LDFിലെ PP വിജയൻ പ്രസിഡന്റാകുമെന്നാണ് സൂചന. ഇരു മുന്നണികളും തുല്യനിലയിലെത്തിയ കൊപ്പത്ത് നറുക്കെടുപ്പിലൂടെയായിരിക്കും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ കണ്ടെത്തുക. വല്ലപ്പുഴയിൽ UDFിലെ ബിന്ദു സന്തോഷ് പ്രസിഡന്റാവും. മുസ്ലിം ലീഗിലെ ജംസീന ചേരൻകുഴി വൈസ് പ്രസിഡന്റ് ആയിരിക്കും. UDFന് ഭരണം ലഭിച്ച മുതുതലയിൽ കോൺഗ്രസിലെ KP മണി പ്രസിഡന്റ് ആയിരിക്കും. ലീഗിലെ ഷംല വൈസ് പ്രസിഡന്റ് ആയിരിക്കും. LDFന് ഭരണം ലഭിച്ച പരുതൂരിൽ CPMലെ അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ പ്രസിഡന്റ് ആയിരിക്കും. KC അലിഖ്പാൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി അങ്കണവാടിയിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടന്നു. വാർഡ് മെമ്പർ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മുൻ വാർഡ് മെമ്പർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി അധ്യാപിക PV ജ്യോതി, ALMSC അംഗങ്ങളായ പ്രബിൻ രാജ്, രാജേഷ് കണ്ണത്ത്, ബാബു വാലടിയിൽ, റഫീഖ് പൊന്നനേങ്കാട്ട്, രവീന്ദ്രൻ തടത്തിൽ, ഭാരതി കിടങ്ങിൽ, നാസർ പാന്തറ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളും അമ്മമാരും ALMSC അംഗങ്ങളും കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിൽ പങ്കാളികളായി. വാർഡ് മെമ്പർ നൌഷാദിനെ ALMSC അംഗം ബാബു വാലടിയിലും മുൻ വാർഡ് മെമ്പർ പ്രദീപ് ചെറുവാശ്ശേരിയെ അങ്കണവാടി അധ്യാപിക PV ജ്യോതിയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 12ാമത് സമ്മേളനത്തിന് വെള്ളിയാങ്കല് യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് മേഴത്തോൾ അഗ്നിഹോത്രി വെള്ളിശൂലം പ്രതിഷ്ഠിച്ച ജപപ്പാറയിൽ ദീപസമർപ്പണം നടന്നു. 6:30 മുതൽ 10 മണി വരെ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് ആചാര്യനായി 2500 ഭക്തർ പങ്കെടുത്ത മഹാസുദർശന യജ്ഞം നടന്നു. 7 മണിക്ക് ധ്വജാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് 10 മണി മുതൽ 11 മണി വരെ ജൂന അഖാഡയുടെ ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ മഹാമണ്ഡലേശ്വരായ സംഭൂജ്യസ്വാമി ആനന്ദവനം മഹാരാജനെ തൃത്താല മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി, വാദ്യമേളങ്ങൾ, കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ യജ്ഞേശ്വരം ക്ഷേത്രവേദിയിലേക്ക് ആനയിച്ചു. 11 മണിക്ക് ഉദ്ഘാടന സഭ നടന്നു. പരംപൂജ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ദീപപ്രജ്വലനം നിർവഹിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ TK വിനയഗോപാൽ അധ്യക്ഷനായി. സനാതന ധർമ്മ പരിഷത്ത് ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് വിശിഷ്ടാതിഥിയായി. 1 മണിക്ക് പ്രസാദഭോജനം, 2:30 മുതൽ തിരുവാതിരക്കളി, 4:30 മുതൽ 6:30 വരെ ആധ്യാത്മിക സമ്മേളനം എന്നിവ നടത്തി. വൈകുന്നേരം 6:30 മുതൽ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ശനിയാഴ്ച രാവിലെ 8:30 മുതൽ 10 വരെ ആചാര്യ സുമംഗല നെല്ലിക്കാട്ടിരിയുടെ നേതൃത്വത്തിൽ ശ്രീ വിഷ്ണു സഹസ്രനാമ പാരായണം നടക്കും. 10 മുതൽ മാതൃസമ്മേളനം ചേരും. വത്സല മേഴത്തൂരിന്റെ അധ്യക്ഷതയിൽ പ്രൊഫസർ സരിത അയ്യർ മുഖ്യപ്രഭാഷണം നടത്തും. വൈകുന്നേരം 4:30 സാംസ്കാരിക സമ്മേളനം ചേരും. സംഭൂജ്യസ്വാമി സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തും. തൃത്താല ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നിളയോരം 80 5ാം വാർഷിക സംഗമം ഡിസംബർ 28-ന് സ്കൂളിൽ ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
150-ലേറെ അംഗങ്ങൾ കൂട്ടായ്മയിലുണ്ട്. അടുത്ത വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഇതോടൊന്നിച്ച് നടക്കും. സൗഹൃദങ്ങളിലൂടെ കുട്ടിക്കാലത്തെ നിഷ്കളങ്ക സ്നേഹം അനുഭവിക്കുവാൻ മുതിർന്നതിനു ശേഷവും അവസരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഊന്നൽ. ജീവിതത്തിൽ ഒരിക്കലും ഒരു വിമാനയാത്ര സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സഹപാഠികളിൽ ചിലരെ വിമാനയാത്രയ്ക്ക് സജ്ജരാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ മുഖ്യമായിട്ടുള്ളത്. ഗൃഹാതുരത്വമുണർത്തുന്ന 1000-ലധികം കുറിപ്പുകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് പ്രശസ്തനായ കൈതപ്പൂവിന്റെ നാട്ടിലെ കഥാകാരൻ ലത്തീഫ് കൂടലൂരിനെ ചടങ്ങിൽ ആദരിക്കും. രാവിലെ 9 മണി മുതൽ 4 മണി വരെ തൃത്താല ഹൈസ്കൂളിൽ ചേരുന്ന സംഗമത്തിൽ കുട്ടിക്കാലത്ത് തങ്ങളുടെ സർഗശേഷി വേദികളിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടാതെ പോയവരും രംഗത്ത് തിളങ്ങിയവരും അവരുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികളായ യു വിജയകൃഷ്ണൻ, പി രാധാകൃഷ്ണൻ ആലുവീട്ടിൽ, വി രഘുനന്ദൻ, എക്സിക്യൂട്ടീവ് അംഗം TP മൊയ്തീൻകുട്ടി എന്നിവർ പറഞ്ഞു. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിമാനം കയറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാത്ത അപൂർവം കുട്ടികളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പൊ അത്തരം ചില ആളുകളൊക്കെ നമുക്ക് ഈ ഒരു ആകാശത്തൂടെ അവരെ കൈപിടിച്ച് ഒപ്പം കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു ശ്രമമാണ് ഈ വർഷം ഞങ്ങളുടെ സവിശേഷമായ ഒരു പരിപാടി. ഒപ്പം കലാപരിപാടികളും ഒക്കെ ആയിട്ടുള്ള ഗംഭീര ഒരു ദിവസം എല്ലാ ആളുകളും പഴയ 15 വയസ്സിലേക്ക് തിരിച്ചു പിടിക്കാൻ, കാരണം നമുക്കൊക്കെ ഭയങ്കര സങ്കടമാണല്ലോ മുതിരുമ്പോൾ കുട്ടിക്കാലം തിരിച്ചു പിടിക്കാന്ന്. സാധ്യമല്ലെങ്കിലും മനസ്സുകൊണ്ടും ആ ഒരു അന്തരീക്ഷം കൊണ്ടും നമുക്കതിന് സാധ്യമാവുമോ എന്നുള്ള ശ്രമമാണ്. പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി 59-കാരി മരിച്ചു. തിരുവേഗപ്പുറ സ്വദേശിനി സുലോചനയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മീറ്ററുകൾക്കകലെ തിരുവേഗപ്പുറ ഉതിരൻകുഴി പരേതരായ ചാത്തപ്പിന്റെയും കാലുടെയും മകൾ സുലോചനയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 59 വയസ്സാണ്. ഇന്റർസിറ്റി എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് മൃതദേഹം ട്രാക്കിനോട് ചേർന്ന് കാണപ്പെട്ടത്. രാവിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് സുലോചന വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.